രഹസ്യങ്ങൾ അവസാനിക്കുന്നു. ദേശീയ സുരക്ഷയിലെ വൻ വിജയം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലൈവുഡ് വ്യവസായ കേന്ദ്രവും ലോകത്തെ പ്രധാന തടി വ്യവസായ ഹബ്ബുമാണ് കേരളത്തിലെ പെരുമ്പാവൂർ. എന്നാൽ ഈ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭയാനകമായ യാഥാർത്ഥ്യമുണ്ട്. ദക്ഷിണേന്ത്യയിലെ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ ഏറ്റവും വലിയ താവളമായി ചരിത്രപരമായി തന്നെ പെരുമ്പാവൂർ മാറിയിരിക്കുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. എങ്ങനെയാണ് അവർ ഇവിടെ എത്തിയത്? വളരെ ലളിതമായിരുന്നു ആ മാസ്റ്റർ പ്ലാൻ. ഇന്ത്യയുടെ അതിർത്തി കടന്ന് പശ്ചിമ ബംഗാൾ, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് നുഴഞ്ഞുകയറുന്ന ഇവർക്കായി അതിവിദഗ്ധമായ വ്യാജ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിക്കാൻ വൻ മാഫിയകൾ തന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നു. ഈ വ്യാജരേഖകളുമായി ദീർഘദൂരം ട്രെയിനുകളിൽ അവർ നേരെ കേരളത്തിലേക്ക് വണ്ടി കയറി. പെരുമ്പാവൂരിലെ കൂറ്റൻ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ബംഗാളി സംസാരിക്കുന്ന നിയമവിധേയരായ ഇന്ത്യൻ തൊഴിലാളികൾക്കിടയിൽ തങ്ങളുടെ ഭാഷയും സംസ്കാരവും ഒരു മറയായി ഉപയോഗിച്ച് അവർ വളരെ എളുപ്പത്തിൽ ഒളിച്ചിരുന്നു. അങ്ങനെ സംസ്ഥാന ഇന്റലിജൻസിന്റെ റഡാറുകളിൽ നിന്ന് അവർ പൂർണ്ണമായും അപ്രത്യക്ഷരായി. എന്നാൽ ഇപ്പോൾ കളി മാറി. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ BJP വിജയത്തിന് പിന്നാലെ വൻതോതിലുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള അടിയന്തരവും കർശനവുമായ നടപടികൾ പുതിയ ഭരണകൂടം ആരംഭിച്ചു. ഇതോടെ ദക്ഷിണേന്ത്യയിലെ വ്യാജന്മാരുടെ നെഞ്ചിരിപ്പ് കൂടി. നാട്ടിലെ തങ്ങളുടെ വ്യാജരേഖകളും വിവരങ്ങളും എന്നേക്കുമായി ഇല്ലാതാക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതോടെ രേഖകളില്ലാതെ കുടിയേറ്റക്കാർ ചിതറിയോടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇപ്പോൾ പെരുമ്പാവൂരിലേക്ക് പുതിയ ആളുകൾ എത്തുന്നതിന് പകരം അസംഘടിത തൊഴിലാളികളുടെ എണ്ണത്തിൽ 70% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ദേശീയ സുരക്ഷയുടെ ചരിത്രപരമായ ഒരു വലിയ വിജയമാണ്. ഒടുവിൽ സിസ്റ്റം കൃത്യമായി പ്രവർത്തിക്കുന്നു. പതിറ്റാണ്ടുകളായി വേരുറപ്പിച്ച അനധികൃത ശൃംഖലകളെ ഘടനാപരമായി തന്നെ തകർത്തെറിയുകയാണ്. ഈ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന അതിർത്തികളിൽ കേരള പോലീസും എക്സൈസ് വിഭാഗവും കർശനമായ ചെക്ക് പോസ്റ്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മടങ്ങിവരുന്ന ഓരോ തൊഴിലാളിയും കർശനമായ സ്ക്രീനിങ്ങിന് വിധേയമാക്കുന്നു. രേഖകളില്ലാത്ത ഒരാൾ പോലും ഇനി കേരളത്തിലേക്ക് തിരികെ നുഴഞ്ഞു കയറില്ല എന്ന് ഇതിലൂടെ ഉറപ്പാക്കുകയാണ്. നിയമവിരുദ്ധമായ ആ ഇരുണ്ട അധ്യായം ഔദ്യോഗികമായി അടഞ്ഞിരിക്കുന്നു. അതിർത്തികൾ കർശനമാക്കുന്നു. വ്യാജരേഖകളുടെ പഴുതുകൾ അടയുന്നു. അനധികൃത നുഴഞ്ഞുകയറ്റക്കാരെ എന്നേക്കുമായി വേരോടെ പിഴുതെറിയുന്നു.